Hold up. Hello, welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ എഡിറ്റിങ്ങോ ട്യൂട്ടോറിയൽ ആയിട്ടല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നൊരു നല്ല പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റും. ആ നല്ല പ്രവൃത്തിയിൽ ഒന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, അതായത് ഹെയർ ഡൊണേഷൻ. ഹെയർ ഡൊണേഷൻ നടത്തുന്നത് ക്യാൻസർ പേഷ്യൻസിന് മാത്രമല്ല, ഈ ഹെയർ ലോസ് ആകുന്ന ആൾക്കാർ, അതായത് ജന്മന അവർക്ക് മുടിയില്ലാതെ പോവുക, ഇല്ലെങ്കിൽ ജനിച്ച് കഴിഞ്ഞിട്ട് നല്ല വളർന്നിട്ട് ഹെയർ എന്തെങ്കിലും കാരണം കൊണ്ട് പൊഴിഞ്ഞു പോവുക, പിന്നെ വളരാണ്ടിരിക്കാതെ ഒരു സ്റ്റേജ് വരും, അവർക്കൊക്കെ ഹെയർ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അവര് ഒരു സ്ഥലത്തോട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ അവര് നമുക്ക് വിഗ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഗ് ഉണ്ടാക്കി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ കുറെ പേര് വിളിച്ചന്വേഷിച്ചു. വിളിച്ചതിൽ ഒരാൾ പറഞ്ഞെന്ന് വെച്ചാല് ജാനുവരിയില് ഒരു ചർച്ചില്, തൃശ്ശൂർ അങ്ങനെ ഒരു ചർച്ചില് 50 പേർക്ക് ഹെയർ ഡൊണേറ്റ് ചെയ്തു. അതായത് ഫ്രീ ആയിട്ട് അവര് വിഗ് കൊടുത്തു എന്നാണ്. ഒരു വിഗിന് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാല് 2 ആൾക്കാരുടെ ഹെയർ ആണ്. അതായത് 2 ആൾക്കാരുടെ നമ്മള് കട്ട് ചെയ്തെടുത്ത പാർട്ട് 2 ആൾക്കാരുടെയാണ് വേണ്ടത്. ആ 2 ആൾക്കാരുടെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ 100 ആൾക്കാരുടെ ഹെൽപ്പോടെയാണ് അവര് 50 ഹെയർ വിഗ് ഉണ്ടാക്കി എടുത്തത്. എന്നിട്ട് അവര് 50 പേർക്ക് കൊടുത്തു. 50 പേർക്ക് കൊടുത്തിട്ട് അവരത് ക്യാമ്പായിട്ട് നടത്തിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. നല്ല പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഹെയർ ഡൊണേഷൻ. ഇതിപ്പോ ലേഡീസിന് മാത്രമല്ല, നിങ്ങൾക്ക് ജെന്റ്സിനും ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നിങ്ങൾ കുറച്ചൊക്കെ വളർത്തിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഹെയർ വെട്ടിക്കൊടുത്താലും നമുക്ക് വളരും. പക്ഷെ വളരാത്ത ആൾക്കാർക്ക് നമ്മൾ കൊടുത്താല് അവർക്കുണ്ടാകുന്ന സന്തോഷം, അവർക്ക് ഈ ഒരു വിഗ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാല് വളരെ വലുതാണ്. ഇനി നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഹെയർ ഡൊണേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ സലൂണിൽ പോയിട്ട് നമുക്ക് അവിടെ വെട്ടിക്കൊണ്ട് നമുക്ക് വീട്ടിൽ വരാം. അതായത് നമ്മൾ ഹെയർ ഇന്നാണ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം, അതായത് ഇന്ന് നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത്, ഈവനിങ് നന്നായിട്ട് വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെക്കാം. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ തെറ്റിയിട്ടിട്ട് നമ്മൾ 2 സൈഡും ബണ്ണിടണം. എന്നിട്ട് നമ്മൾ തെറ്റിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മളൊരു സിപ്പ് ലോക്ക് ബാഗിൽ, പ്ലാസ്റ്റിക് സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ പിന്നെ അത് കൊറിയറിലാക്കി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലാകുമ്പോഴത്തേക്കും നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ ചിലവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിഗ് ഉണ്ടാക്കിയിട്ട് തിരുപ്പൻ പോലെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ അയച്ചു കൊടുക്കുന്നത് മുംബൈയില് മദത് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് കയറി സന്ദർശിച്ചിട്ട് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നാണ് എന്റെ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ എന്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. എനിക്ക് 5 വർഷമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്ന്. അതായത് അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ മക്കള് 2 പേരും 2 വർഷം കൂടുന്തോറും അവര് ഹെയർ കട്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സങ്കടവും സന്തോഷവും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് ഇച്ചിരി പോലെ ഹെയർ ഉണ്ടായിരുന്നു. പിന്നീട് ആയപ്പോഴത്തേക്ക് ഇപ്പൊ വളർന്നു. എന്നാലും അപ്പോഴുണ്ടായിരുന്ന ആ ഒരു തിക്നെസ് ഒക്കെ എനിക്ക് പോയി. കാരണം പിന്നീട് ഒരു പനിയൊക്കെ വന്നു, പിന്നെ അങ്ങ് മുടി പൊഴിച്ചിട്ട് ഇപ്പൊ വീണ്ടും എനിക്ക് ഒരു പനി വന്നു. പിന്നെ ഇപ്പൊ വീണ്ടും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാണ് കറക്റ്റ് ടൈം, എനിക്ക് ഇപ്പോ കട്ട് ചെയ്ത് കൊടുത്തതായി, ഇല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം വിചാരിച്ചു. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോ കട്ട് ചെയ്യാന്ന് എന്റെ വിചാരിച്ചത്. അപ്പൊ ഞാനത് അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം ഒപ്പിച്ചെടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇന്ന് ഞാൻ ഹെയർ ഡൊണേറ്റ് ചെയ്യാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ പറയാം. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലായിടത്തും ഞാൻ പറയുന്ന പോലെ ഹെയർ ഡൊണേറ്റ് ചെയ്യും. അപ്പോഴൊക്കെ അവർ ചോദിക്കും നിനക്കെന്താടി വട്ടാണോ ചോദിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് എല്ലായിടത്തും പറയണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ എന്നെ അങ്ങ് ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങളും ഇതേപോലെ നല്ല പ്രവൃത്തി ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്നതും കെട്ടുന്നതും ആയിട്ടുള്ള പരിപാടി കാണാം. ഓക്കെ,
ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ബൺ എടുക്കുകയാണ്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് 2 സൈഡ് ബൺ ഇട്ടിട്ട് തെറ്റിയിട്ടിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഉടക്കണം കേട്ടോ. മുടിയൊക്കെ നന്നായിട്ട് ഉടക്കെടുത്ത് നമ്മൾ എല്ലാ സൈഡും നല്ലതായിട്ട് ഉടക്കെടുത്തിട്ട് വേണം നമ്മൾ തെറ്റിയിടാൻ വേണ്ടി. അപ്പോൾ വൃത്തിയായിട്ടിരിക്കും. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് തെറ്റിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി വെട്ടിയത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് പിരുന്നിരുന്നു. കാരണം എൻ്റെ ഒന്ന് ക്രാപ്പ് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് കർട്ടൻ ബാങ്ക്സ് വെട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയായിട്ടൊക്കെ കിടന്നു തെറ്റിയിട്ടപ്പോഴത്തേക്കും. അത് അങ്ങനെ ഇരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും വെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ബണ്ണിട്ടിട്ടുണ്ട്. ബണ്ണിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് അറ്റം വെട്ടി കൊടുക്കുകയാണ്. കാരണം നമ്മൾ അറ്റം വൃത്തിയായിട്ടിരിക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ അറ്റം വെട്ടാറില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു 3 മന്ത് മുമ്പോ 4 മന്ത് മുമ്പോ കൊണ്ട് ഞാൻ കട്ട് ചെയ്തല്ലാതെ പിന്നീട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അറ്റം ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. അറ്റം വെട്ടിയപ്പോഴത്തേക്ക് നല്ല വൃത്തിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതായത് നല്ല രസം, പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ. അതിനുശേഷം ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കി. കാരണം മെഷർ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും തെറ്റിയിടുന്നതിന് മുമ്പ് ഇച്ചിരി കാണും, അല്ലാതെ തെറ്റിയിട്ട ശേഷമാണെങ്കിലത്തേക്കും ഇച്ചിരി ഒന്ന് കയറുകയും ചെയ്യും. ഇപ്പൊ തെറ്റിയിട്ടിട്ടാണ് അവര് പറഞ്ഞേക്കുന്നത് 10 to 15 ഇഞ്ചാ പറഞ്ഞേക്കുന്നത്. അതിനുള്ളിൽ വേണം നമ്മൾ മെഷർ ചെയ്തിട്ട് അളന്നു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ എനിക്ക് എല്ലാവരും കുറേ ഉള്ള ഒരു വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം പറഞ്ഞേക്കുന്നത് 15-14 അങ്ങനെയാണ്. എനിക്ക് ടോട്ടലായിട്ട് എടുത്തപ്പോഴത്തേക്കും 14 നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 14 വെട്ടിക്കളഞ്ഞാൽ ഇവിടെ മുകളിലോട്ട് കയറി നിൽക്കുന്ന കാരണം ഞാൻ താഴോട്ട് വെട്ടി. അപ്പോൾ താഴോട്ട് വെട്ടിയിട്ട് ഞാനൊന്ന് പിന്നിട്ടിട്ട് ഞാൻ വെട്ടുകയാണ് ചെയ്തത്. ഞാൻ മുടി വെട്ടിയത് അപ്പുറത്തെ വീട്ടിലെ ഒരു ആൻറ്റി അടുത്താണ് പോയി വെട്ടിയത്. രാധിക ആൻറ്റിയുടെ അടുത്താണ് പോയി വെട്ടിയത്. അപ്പോൾ സിസേഴ്സ് വെച്ചിട്ടാണ് ഞാൻ വെട്ടിയത്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഓർത്തത് ട്രിമ്മർ വെച്ച് വെട്ടായിരുന്നത്. അതായിരിക്കും ബെറ്റർ ഐഡിയ. കാരണം സിസർ വെച്ച് വെട്ടുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതായത് മുടി അങ്ങ് നമ്മൾ കെട്ടി വെച്ചിട്ടല്ല നമ്മൾ വെട്ടുന്നത്. അതായത് ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വെട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ താഴോട്ട് വെട്ടുമ്പോഴത്തേക്കും നല്ല എളുപ്പമായിരിക്കും, പക്ഷെ മുകളിൽ വെട്ടുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ട്രിമ്മർ വെച്ച് വെട്ടാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഐഡിയ. ഞാനെല്ലാം വെട്ടി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ട്രിമ്മർ വെച്ച് വെട്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക് സിപ്ലോ കവറിലാക്കിയിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അതിനുശേഷം അവരൊരു രജിസ്റ്റേർഡ് കവറിലാക്കിയിട്ട് അതിന്റെ പേരും നമ്മുടെ പേരും അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സും അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ലെറ്റർ അവർക്ക് വേണ്ടി കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഈ പച്ച കളറിൽ, ലൈറ്റ് പച്ച കളറിൽ അകത്ത് ഈ വര പോലെ നൂലായിട്ട് ഒരു കാർഡ് കിട്ടും. അതിന്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് വാങ്ങിച്ചായിരുന്നു. അതിന്റെ വലിയതും ഉണ്ടായിരുന്നു, ചെറുതും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ ചെറുതായിട്ട് മീഡിയം സൈസിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ അഡ്രസ്സ് ഞാൻ എഴുതുന്നുണ്ട്. അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിലായിട്ട് നമ്മുടെ അഡ്രസ്സും കൂടി എഴുതണം, എന്നിട്ട് വേണം നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പേരും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൂടി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് എഴുതി ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെട്ടിയ മുടിയും വെക്കുന്നുണ്ട്. ആ എഴുതിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു നമുക്ക് ഇമെയിൽ നമ്മൾ അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഇമെയിലായിട്ടും SMS ആയിട്ടും അയക്കുന്നതായിരിക്കും. എന്നിട്ടാണ് അവർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ആ ഒരു സിപ്ലോക്ക് ബാഗിൽ എയറൊക്കെ ഒന്ന് പുറത്ത് തള്ളിയിട്ട്
ഞാനൊന്ന് ആ ഒരു ബാഗിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. ഞാൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് അയച്ചത്. മാർച്ച് 14th അങ്ങനെയാണ് എനിക്ക് ശരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ലോങ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ മാസം തോറും ചിലപ്പോൾ ചിലർക്ക് ട്രിം ചെയ്ത് കളയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാസം തോറും കട്ട് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ട് നിങ്ങളത് ഒരു വലിയൊരു ഹെയർ ഡൊണേഷൻ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, അവർക്ക് സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻസിന്റെ സപ്പോർട്ടോടെയും അതേപോലെ തന്നെ പാരൻസിന്റെ അനുവാദത്തോടെയും ചെയ്യുക. ഓൺലി അണ്ടർ പാരന്റൽ അഡ്വൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടും പിന്നെ കൂടുതൽ മുടിയുള്ളവരായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ മുടി വളർത്തുന്ന ആൾക്കാർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഞെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മുടി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുത്ത് സഹായിക്കുക. അതൊരു വലിയ ഗിഫ്റ്റ് ആണ്. അവരുടെ മുന്നിൽ നിങ്ങളൊരു ദൈവമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്.